പുത്തൂർ പഞ്ചായത്തിൽ പുത്തൻകാട് മുത്താരുകുന്നുപാടത്ത് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഫെഡ്ലൈറ്റ് ഫുട്ബോൾ മേള റവന്യൂ മന്ത്രി കെ രാജൻ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, PS ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. നാടിന്റെ സാമൂഹ്യ ഇടങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം അതിവിപുലമായ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും സംഘടിപ്പിച്ച് നാട്ടിൽ നിന്ന് വളർന്നുവരുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം യുവജനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ നാടിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഇത്തരം മേളകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നും പറഞ്ഞു. മണ്ഡലത്തിലെ 7 കളിക്കളങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മെയ് മാസത്തിൽ പുത്തൂർ സ്കൂൾ ഗ്രൗണ്ട് വിപുലമായ രീതിയിൽ പണി കഴിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള കായികമേള സംഘടിപ്പിക്കാവുന്ന രീതിയിലുള്ള സ്റ്റേഡിയമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കായിക പ്രേമികൾക്ക് തുറന്നുകൊടുക്കാൻ പോകുന്നത്. IN വിജയൻ, ജോപോൾ അഞ്ചേരി തുടങ്ങിയ ഫുട്ബോൾ കായിക പ്രേമികളുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ മത്സരങ്ങളും ഉദ്ഘാടന സദസ്സിൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. സെക്രട്ടറി സിനീഷ് പുല്ലാനിക്കൽ, പ്രസിഡന്റ് KR കൃഷ്ണകുമാർ, ട്രഷറർ ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം കൊടുത്തു. ഫുട്ബോൾ ടൂർണമെന്റിൽ അണിചേരുന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വമായിട്ടുള്ള ആശംസകൾ നേരുക. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചെറുപ്പക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരികൾക്കെതിരായി കായിക വിനോദങ്ങളാണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി കൂടുതൽ കളിക്ക് അവസരം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ നമുക്ക് കായിക വിനോദങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ വേണ്ടി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ മെയ് മാസത്തിൽ ആരംഭിച്ച് ഏതാണ്ട് സെപ്റ്റംബർ ഒക്കെ ആകുന്നതോടെ 7 പുതിയ കളിക്കളങ്ങൾ ഫ്ലഡ് ലൈറ്റോടെ 7സും 11സും കളിക്കാൻ പറ്റുന്ന 7 ഫ്ലഡ് ലൈറ്റ് കളിക്കളങ്ങൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരുങ്ങുക. അതിലെനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് നാടിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയുക ഫ്ലഡ് ലൈറ്റോടെ, ഗാലറിയോടെ, ഓപ്പൺ ജിമ്മോടെ വളരെ മനോഹരമായിട്ടുള്ള പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടായിരുന്നു. 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് MLA ഫണ്ടും അതുപോലെ തന്നെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പുത്തൂരിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുറത്തുനിന്നുൾപ്പെടെ അപ്പുറത്തു കൂടി കടക്കാൻ കഴിയുന്ന ഗേറ്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെ നമ്മുടെ പുതിയ ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുങ്ങുന്നു. ഞാൻ ആദ്യം പുത്തൻകാട്ടുകാരോടാണ് പറയുന്നത്, അതിന്റെ ഉദ്ഘാടനം നമുക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ തന്നെ നടത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് തന്നെ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് പത്മശ്രീ IN വിജയന്റെ ടീമും കേരളത്തിന്റെ പഴയ ഫുട്ബോൾ ക്യാപ്റ്റനായിട്ടുള്ള ജോപോൾ അഞ്ചേരിയുടെ ടീമും പരസ്പരം കളിക്കുന്ന സൗഹൃദ മത്സരം പുത്തൂരിലെ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ ഒരു കായിക കുതിപ്പിന്റെ അടയാളപ്പെടുത്തലായി അത് മാറാൻ വേണ്ടി പോകുകയാണ്. ചൈതന്യയുടെയും നമ്മുടെ ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ വളരെ ശ്രദ്ധയോടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഫുട്ബോൾ മേളയുടെ സംഘാടകർക്കെല്ലാം സ്നേഹപൂർവമായ ആശംസകൾ നേർന്നുകൊണ്ട് അതിഗംഭീരമായി ഇനി തുടർന്നുള്ള കാലത്ത് ഇത് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.